ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 11 മുതൽ 50 വരെയുള്ള ഭാഗമാണ്. Section 11 Rule 12 Change the liability. By an amendment in a special general body meeting, liability of society can be changed. ഒരു സൊസൈറ്റിയുടെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടാണ്. 2/3 majority of members present and voting such meeting is required. ഇതിൽ 2/3 majority of members present ആവുകയും വോട്ട് ചെയ്യുകയും വേണം. Days clear days notice given for calling such a meeting. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് 15 ദിവസം മുന്നേ തന്നെ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും എന്ത് ചെയ്യണം, അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. Again passed a resolution shall be sent to all members and creditors for existing their option with 2 months. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ റെസൊല്യൂഷൻ ക്രെഡിറ്റേഴ്സും മെമ്പേഴ്സും എന്തെങ്കിലും 2 മാസത്തെ സമയം കൊടുക്കുകയും വേണം. Section 12 Rule 9 Amendment of Bylaw. General body is a competent authority to make an amendment of bylaw. ഒരു സൊസൈറ്റിയുടെ ബൈല അമെൻമെന്റ് ചെയ്യാനുള്ള അധികാരം എപ്പോഴും ജനറൽ ബോഡിക്കാണ്. അമെൻമെന്റ് ഓഫ് ബൈല ഇൻവാലിഡ് only its രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരു ബൈല അമെൻമെന്റ് വാലിഡായി മാറുകയുള്ളൂ. Every application made to register for registration of amendment shall be signed by secretary and 2 members. ഒരു ബൈല അമെൻമെന്റിന്റെ രജിസ്റ്ററിന് അയക്കുന്നതിന് മുമ്പ് സെക്രട്ടറിയും 2 മെമ്പേഴ്സും അതിൽ സൈൻ ചെയ്തിരിക്കണം. ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് പ്രപ്പോസൽ ഷാൾ ബി അക്കമ്പനിഡ് ബൈ. ഈ പ്രപ്പോസൽ എങ്ങനെയാണ് അയക്കേണ്ടത്? കോപ്പി ഓഫ് റെലവന്റ് ബൈല എൻഫോഴ്സ്, പഴയ ബൈലയുടെ ഒരു കോപ്പി വേണം. അത് കഴിഞ്ഞിട്ട് 4 കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് അമെൻമെന്റ് ബൈല. അമെൻമെന്റ് ബൈലയുടെ 4 കോപ്പീസ് 4 കോപ്പിയാണ് ആവശ്യമുള്ളത്. അത് കഴിഞ്ഞിട്ട് ട്രഷറി ചെല്ലാൻ റെസീറ്റ് റുപ്പീസ് 500, ഒരു 500 രൂപയുടെ ട്രഷറി ചെല്ലാൻ കൂടെ അതിൽ അറ്റാച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻ കേസ് ഓഫ് വുമൺ SC/ST ഈ 3 കാറ്റഗറിയിൽ പെടുന്ന സൊസൈറ്റി ആണെങ്കിൽ അവരുടെ ചെല്ലാൻ റുപ്പീസ് 100 രൂപയുടെ വച്ചാൽ മതി. അല്ലാതെ എല്ലാ സൊസൈറ്റികൾക്കും എന്ത് ചെയ്യണം, 500 രൂപ വയ്ക്കണം. വുമൺ SC/ST സൊസൈറ്റികളാണെങ്കിൽ ചെല്ലാൻ റുപ്പീസ് അമെൻമെന്റ് ബൈല ചെയ്യുമ്പോൾ ചെല്ലാൻ റെസീറ്റ് 100 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് അമെൻമെന്റ് ഷാൽ ബി മെയ്ഡ് ബൈ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ജനറൽ ബോഡി മീറ്റിംഗ് ബൈ 2/3 മെജോറിറ്റി ഓഫ് മെമ്പർ പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഈ 2/3 ഒരു ബൈല അമെൻമെന്റ് ചെയ്യണമെങ്കിൽ ജനറൽ ബോഡി മീറ്റിംഗിൽ 2/3 മെമ്പേഴ്സ് പ്രസന്റ് ചെയ്യുകയും വോട്ട് ചെയ്യുകയും വേണം. Copy of resolution regarding shall be amendment should be forwarded to register within 1 month from date of passing resolution. ഒരു അമെൻമെന്റോ ബൈല ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 1 മാസത്തിനുള്ളിൽ ഈ റെസൊല്യൂഷൻ എന്ത് ചെയ്യണം, രജിസ്ട്രാറിന് അയച്ചു കൊടുക്കേണ്ടതാണ്. Application to register shall be disposed by register within 90 days from the date of receipt. ഈ അമെൻമെന്റ് ബൈലയുടെ ആപ്ലിക്കേഷൻ കിട്ടിയാൽ രജിസ്റ്റർ 90 ഡേയ്സിനുള്ളിൽ ഒരു 90 ദിവസത്തിനകം എന്ത് ചെയ്യണം, ആപ്ലിക്കേഷന്റെ എന്തെങ്കിലും തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്.
If a registrar refuses a register, such amendment should be inform the society within 50 days with the reasons. എന്തെങ്കിലും കാരണം കൊണ്ട് രജിസ്റ്റർ ഇത് ബൈല അമെൻമെന്റ് രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 15 ദിവസത്തിനകം സൊസൈറ്റിയെ അറിയിക്കേണ്ടതാണ്. If the registrar does not take a decision with a stipulated time, representation shall be filled before the registrar of government. ഇപ്പോൾ ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള അമെൻമെന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഡിസിഷൻ ഒന്നും രജിസ്ട്രാർ കൈകൊണ്ടില്ല എങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ കൊടുക്കാം രജിസ്ട്രാറിനല്ലേ ഗവൺമെന്റിന്. രജിസ്ട്രാറിന് ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാറിനാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാറിനാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഗവൺമെന്റിന് റെപ്രസെന്റേഷൻ കൊടുക്കാവുന്നതാണ്. Within 60 days of receipt of representation, issue direction concerned authority to take an appropriate action. റെപ്രസെന്റേഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 60 ദിവസത്തിനകം അതിന്റെ ആക്ഷൻ എടുക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. വിത്തിൻ 60 days of receipt of representation, issue direction concerned authority to take an appropriate action. Before registering the amendment of bylaw of an apex or central society, registrar shall consult with the state cooperative union and circle cooperative union. ഒരു സൊസൈറ്റി ബൈല അമെൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും അത് പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായി എന്ത് ചെയ്യണം, അവരുടെ ബൈല അമെൻമെന്റ് ചെയ്ത കാര്യം അറിയിക്കണം. സെക്ഷൻ 30. Then an amendment of bylaw came into force. എന്ന് മുതലാണ് amendment of bylaw നിലവിൽ വരുന്നതെന്നാണ്. Unless a particular days mentioned in amendment of bylaw, it shall came into force, it is registered. ഇപ്പോൾ ബൈലായിൽ ഏത് ദിവസമാണ് ഇത് നിലവിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഏത് ദിവസമാണോ അത് രജിസ്റ്റർ ചെയ്യുന്നത് അത് മുതലായിരിക്കും ഈ അമെൻമെന്റ് ഓഫ് ബൈലാ നിലവിൽ വരുന്നത്. Section 40, Rule 30, Amalgamation, Transfer of Asset, Liability and Division of Society. ഒരു സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്യുന്നത്, അസറ്റ് ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നത്, സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇൻ ദി കേസ് ഓഫ് രജിസ്റ്റർ അപ്രൂവലോ നെസസറി. ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, രജിസ്ട്രാറിന്റെ അപ്രൂവൽ വാങ്ങിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഗെറ്റിംഗ് പെർമിഷൻ 50 days ക്ലിയർ ഡേയ്സ് നോട്ടീസ് ടു പാസ് എ റെസൊല്യൂഷൻ. ഇപ്പോൾ രജിസ്ട്രാറിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 15 ദിവസത്തെ ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കണം. ഇതിന് എന്ത് ചെയ്യണം, ഈ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി 15 ദിവസത്തെ ക്ലിയർ ഡേയ്സ് നോട്ടീസ് മെമ്പേഴ്സിന് കൊടുക്കണം. After passing such a resolution, society shall give a notice in writing to members and creditors to withdraw share deposit loans within 2 months. ഇപ്പോൾ എന്ത് റെസൊല്യൂഷൻ പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അമാൽഗമേറ്റ് ചെയ്യുമ്പോഴും അസറ്റിംഗ് ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ മെമ്പേഴ്സ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ ഷെയറും ചിലപ്പോൾ ഡെപ്പോസിറ്റൊക്കെ വിഡ്രാ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യണം, 2 മാസത്തെ സമയം കൊടുക്കണം അവരുടെ ഷെയറും ഡെപ്പോസിറ്റും എല്ലാം വിഡ്രാ ചെയ്യുന്നതിന് വേണ്ടി. ഇനി അടുത്ത് സെക്ഷൻ 40A ബി ആണ്. ഇതിന്റെ ഹെഡിങ് പഠിച്ചു വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇതിൽ സെക്ഷൻ 14A എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അടുത്ത് 14B എന്ന് പറയുന്നത് ഏതാ, പാർട്ണർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 14B ഏതാണെന്ന്. പാർട്ണർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്.
അടുത്തത് സെക്ഷൻ 15 ആണ്, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ഒരു സൊസൈറ്റി ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അത് സെക്ഷൻ 15 അനുസരിച്ചാണ്. സെക്ഷൻ 10 വരെയുള്ള ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ബാക്കിയുള്ള ഭാഗങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.